ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. ആക്റ്റീവ വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളതിൻ്റെ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പിന്നെ ബാക്കിലത്തെ ഫ്യൂലിൻ്റെ അതിൽ ഫ്യൂൽ ലിഡിൻ്റെ കേബിള്, അതായത് അത് ലോക്കാവുന്നുണ്ടായില്ല, ബാക്കിലത്തെ ഫ്യൂൽ ഡോറിൽ ലോക്കാവുന്നുണ്ടായില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിൽ സൈഡിൽ വന്ന ഓൾറൗണ്ട് ഗാർഡ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ബെൻഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ കയറ്റി ലിഫ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ ടൈലൈറ്റ് അസംബ്ലി ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടി കൊണ്ടിട്ട് വണ്ടി ബാക്ക് വന്ന് ഇടിച്ചാറാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം, ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. നിലവിൽ പുറമേ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഓൾറെഡി പൊട്ടലുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ ശരിക്കും ഫുള്ള് പോകാം. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 10,000 കിലോമീറ്ററൊക്കെയാണ് ശരിക്കും എയർ ഫിൽറ്ററിൻ്റെ ഒരു നല്ല ലൈഫ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്ലഗും കൂടി മാറ്റി കളയേണ്ടതാണ്. അത് രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഒരു ബസർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ബസർ പറഞ്ഞു, അപ്പോൾ അത് കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ലോക്കിൻ്റെ കേസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ശരിക്കും വേറെ ഡാമേജ് ഒന്നും വന്നല്ല, ഇടിയിൽ പറ്റിയതാണ്. എൻ്റെ പൊസിഷൻ മാറിപ്പോയതാണ് ലോക്ക് ആവാഞ്ഞതിൻ്റെ ഒരു കാരണം. അപ്പോൾ അത് നോക്കി നമുക്ക് ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഓൾറൗണ്ട് ഗാർഡ് വെൽഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ടൈപ്പാണ്. വെൽഡ് ചെയ്താൽ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ വെൽഡ് ചെയ്താലും 100% പെർഫെക്റ്റ് ആവുമെന്നില്ല. ഇപ്പോൾ റെഡിയാവും, പക്ഷേ എന്നാൽ പോലും അത് കുറേ കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. കാരണം സ്റ്റീലിൻ്റെ വെൽഡിങ്ങിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലുണ്ടാവും. ഈ സൈഡൊക്കെ അത്യാവശ്യം ബോഡിയൊക്കെ ചിളക്ക് വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം ചിളക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ പ്ലഗ്, വെൽഡിങ്, ബസർ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് എന്തായാലും വൈകുന്നേരത്തേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇൻഫോം ചെയ്യാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഫുള്ള് തീർന്നേക്കാണ്. നമ്മൾ സൈഡിൽ ഗ്രൂ നോക്കണ്ട, സെൻട്രൽ ഒട്ടും പെടുത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. അതനുസരിച്ചിട്ട് വണ്ടി ഉപയോഗിക്കാം. ഓക്കെ, മാറ്റേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറ്റിയിടുമ്പോൾ സെയിം അതേ മോഡൽ തന്നെ മേടിച്ചിടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.